കുടുംബക്കാർ ഇന്നും ആരും എടുത്ത് വെച്ചേക്കുന്നത്. ഈ വീട് മൊത്തം പൊളിഞ്ഞു കിടക്കും. മഴ പെയ്യുമ്പോ അങ്ങനെ ഈ വീട് ചോന്നിരിക്കുവാണോ? ഇവിടെ എത്ര അംഗങ്ങൾ താമസിക്കുന്നത്? 5 പേര്. 5 പേര് ഈ ഒരൊറ്റ മുറിക്കകത്താണ് നടക്കുന്നത്. ഈ അടുക്കള മറ്റേ ഒരു മുറിയുള്ളു. ചേച്ചിയുടെ മോനാണിത്. മോൻ എത്ര പഠിക്കുന്നത്? മോളുണ്ടോ? ഇങ്ങോട്ട് വന്നേടി. ഈ എത്ര പഠിക്കുന്നേ? ഈ ചോന്നൊലിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ കാറ്റും മഴയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പേടിയാക്കും. അന്നേരം പിന്നെ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് പോവോ? നിങ്ങൾ ഗവൺമെന്റിലോട്ട് വീടിന് വേണ്ടി എഴുതി കൊടുത്തില്ലേ? സ്വന്തമായിട്ട് വസ്തുവില്ല, കരമറ്റ നിങ്ങളുടെ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ലൈഫ് ലൈനിന്റെ. സ്വന്തമായിട്ട് വീടും വസ്തു ഇല്ലാന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അല്ല, ലൈഫ് ലൈനിന്റെ തന്നെ സ്വന്തമായിട്ട് വീടും വസ്തു ഇല്ലാത്തവർക്ക് അതിന്റെ പ്രത്യേകം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒന്ന് അന്വേഷിക്കാൻ എന്തായിരുന്നു? അറിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. നിങ്ങൾക്ക് കരമടച്ച രസീത് ഇല്ലാത്തതിന്റെ പേരിൽ, അതായത് നിങ്ങൾക്ക് സ്വന്തമായി വീടും വസ്തുവും ഇല്ലാത്തതുകൊണ്ട് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവർ ആരും പറഞ്ഞു തന്നില്ല. അതിന്റെ പേരിൽ ഈ ചോർന്ന് നിൽക്കുന്ന വീട്ടിലാണ് നിങ്ങളുടെ ഒരു 6 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. മൊത്തം 6 പേര്, 4 പേര്. അപ്പൊ ഈ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനും. ഇവിടെ അമ്മൂമ്മ ഉൾപ്പെടെ ഞാൻ നോക്കട്ടെ, എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ.